നമസ്കാരം. വിലായത്ത് ബുദ്ധ ജി.ആർ. ഇന്ദുഗോപന്റെ നോവലാണ്. ജി.ആർ. ഇന്ദുഗോപനും രാജേഷ് പിന്നാടനും ചേർന്നാണ് സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. മുൻപ് സച്ചി തിരക്കഥ എഴുതുമെന്ന് പറഞ്ഞിരുന്നൊരു സിനിമയാണ്. സച്ചിക്കുള്ള ഒരു സമർപ്പണം പോലെയാണ് ഈ സിനിമ ആരംഭിക്കുന്നതൊക്കെ. ഇപ്പം നോവൽ വായിച്ചവർക്ക് അറിയാം, വളരെയധികം എക്സൈറ്റ്മെന്റ് തരുന്ന ഒരു കഥയാണ്. സിനിമ ഇറങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒത്തിരി ആളുകൾ ഈ കഥയെക്കുറിച്ച് അന്വേഷിക്കുക, നോവൽ വായിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. വളരെ രസകരമായിട്ടുള്ള ഒരു കഥയാണ്. കാരണം പെട്ടെന്ന് നമുക്ക് നോക്കുമ്പോൾ മുൻപിറങ്ങിയ അയ്യപ്പനും കോശിയൊക്കെ പോലെയുള്ള രണ്ട് ആളുകൾ തമ്മിലുള്ള ഒരു ഈഗോ പരിപാടിയൊക്കെ ആയിട്ടൊക്കെ തോന്നും. പക്ഷേ വിലായത്ത് ബുദ്ധ സിനിമയിലേക്ക് വന്നാൽ അങ്ങനെ ഒരു ഈഗോ ക്ലാഷ് അല്ല ആക്ച്വലി ഈ സിനിമ വരുന്നത്. രണ്ട് കഥാപാത്രങ്ങൾക്കുള്ള അവരുടേതായ ചില ലക്ഷ്യങ്ങൾ, ആ ലക്ഷ്യങ്ങൾ ഒരു പോയിന്റിൽ എത്തുമ്പം അത് ഏറ്റുമുട്ടുന്നതും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ സിനിമയിൽ പ്രധാന കഥാപാത്രം പൃഥ്വിരാജാണ്. പൃഥ്വിരാജിന്റെ നായക കഥാപാത്രത്തിന്റെ പേര് ഡബിൾ മോഹൻ എന്നാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. കുറച്ച് മാസ് എലമെന്റ് ഒക്കെ ഉള്ള ആ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ്. ഇപ്പോൾ സിനിമയിൽ തന്നെ പറയുന്ന പോലെ ചിന്ന വീരപ്പൻ ആ ഒരു സ്റ്റൈൽ ഓഫ് പരിപാടിയൊക്കെ തന്നെയാണ്. കാരണം ചന്ദന കള്ളക്കടത്തും പരിപാടിയൊക്കെ ആയിട്ട് മറയൂർ ഉള്ള ഒരു ആളാണ്. പിന്നെ മറ്റൊരു പ്രധാന കഥാപാത്രം ഷമി തിലകൻ അവതരിപ്പിച്ച ഭാസ്കരനാണ്. ഭാസ്കറിന്റെ ക്യാരക്ടറിന് കുറെ ഇരട്ട പേരുകളൊക്കെ ഉണ്ട്. പക്ഷെ അത് നമുക്ക് ആ സിനിമയുടെ ഒരു പ്രധാന എലമെന്റുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നുകൊണ്ട് പറയുന്നില്ല. ഭാസ്കരൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അദ്ദേഹം ഒരു സ്കൂൾ അധ്യാപകനായിരുന്നു, പിന്നീട് അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു ക്യാരക്ടറാണ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടർ. ഷമി അത് ഗംഭീരമായി ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ എന്നുള്ളത് പ്രിയംവദ അവതരിപ്പിച്ച ചെമ്പകത്തിന്റെ മകൾ, അങ്ങനെ തന്നെയാണ് ആ സിനിമയിൽ പ്രതിപാദിക്കുന്നത് ആ ഒരു ക്യാരക്ടർ. അപ്പൊ ഈ മൂന്ന് ക്യാരക്ടറാണ് ഈ സിനിമയിൽ ഏറ്റവും പവർഫുൾ ആയിട്ട് വരുന്നത്. ഇവരെ ചുറ്റിപ്പറ്റിയുള്ള കഥ തന്നെയാണ്. അപ്പോൾ സിനിമ സ്റ്റാർട്ടിങ് ഗംഭീരമായിരുന്നു. പ്രത്യേകിച്ചും ഒരു സിനിമ പ്രസന്റ്ലി നടക്കുന്ന ഒരു കഥയ്ക്ക് 5 വർഷം മുന്നേ ഉള്ള ഒരു സ്റ്റോറിയൊക്കെ കാണിച്ചുകൊണ്ടാണ് അവിടെ ഭാസ്കരന്റെ എൻട്രിയും ആ ഒരു ക്യാരക്ടറിന്റെ ഒരു ഡീറ്റെയിലിങ്ങും അതിന്റെ ഒരു ക്യാരക്ടർ എങ്ങനെയാണ്, അയാളുടെ ഒരു ബിഹേവിയർ എന്താണെന്നൊക്കെ കാണിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. ആ ഭാഗത്തൊക്കെ ഷമി തിലകൻ ഗംഭീരമായി പെർഫോം ചെയ്തിട്ടുണ്ട്. കാരണം ആ ഒരു ഭാഗത്തെ കഥ സിനിമയുടെ ഒരു മെയിൻ പ്ലോട്ടിലെ ഒരു എലമെന്റ് ആണ്. അപ്പോൾ അത് ഷമി ഗംഭീരമായി ചെയ്തു. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ഡയലോഗ് ഡെലിവറി, അദ്ദേഹത്തിന് വേണ്ടി എഴുതിയ ഡയലോഗുകളൊക്കെ വളരെ പവർഫുൾ ആണ്. വളരെ ഇന്റൻസ് ആയിട്ട് അദ്ദേഹം അത് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും ഷമ്മിക്ക് വലിയ കയ്യടി കൊടുക്കണം. സ്ക്രീനിൽ ഏറ്റവും ഗംഭീരമായി വന്നിട്ടുള്ളതും ഷമ്മിയുടെ പെർഫോമൻസ് ആണ്. ആ ഭാഗത്തൊക്കെ ഈ ഷമ്മിയുടെ പെർഫോമൻസിന് പറയുമ്പോൾ തന്നെ സിനിമയിൽ ഉടനീളം, പ്രത്യേകിച്ച് ഒരു ഏരിയയിലല്ല എല്ലാ ഏരിയയിലും ഏറ്റവും ഗംഭീരമായ വർക്ക് കൊടുത്തിട്ടുള്ള ആള് ജെയ്ക്സ് ബിജോയാണ്. ആവറേജ് ലെവലിൽ പോലും പോകുന്ന ഒരു സീനിനെ ജെയ്ക്സ് പുള്ളിയുടെ സ്കോർ പരിപാടി കൊണ്ട് വേറെ ലെവലാക്കി എന്നൊക്കെ പറയാം. അതിൽ എടുത്തു പറയേണ്ടതാണ് ഷമ്മിയുടെ ഒരു ക്യാരക്ടറിന്റെ ഇൻട്രോ ഒക്കെ എടുത്തു പറയേണ്ടതാണ്. അത് കഴിഞ്ഞ് പിന്നെ വരുന്നൊരു ചേസിങ് സീനൊക്കെ ഉണ്ട്. അതിലൊക്കെ തീയാണ് പുള്ളി കൊടുത്തിരിക്കുന്നത്. അത് ടീസറിലൊക്കെ അതിൻ്റെ ഒരു ചെറിയ ഭാഗം ഉണ്ടായിരുന്നു. അത് തിയേറ്ററിൽ അനുഭവിക്കുമ്പോൾ വേറൊരു തരത്തിലാണ്. ജെയ്ക്സിൻ്റെ അതുപോലെയാണ് പാട്ടുകളൊക്കെ പുള്ളി ഗംഭീരമായി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പെർഫോമൻസ് ആണെങ്കിലും ഇപ്പോൾ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ സ്കോർ മാത്രമല്ല, അതുപോലെ മറ്റേ ഏരിയയും ഇപ്പം DOP ആണെങ്കിലും, DOPയിൽ തന്നെ ഇപ്പോൾ മറയൂരാണ് ഈ സിനിമ ഫുള്ള് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. മറയൂരിൻ്റെ ഒരു ദൃശ്യഭംഗി ഗംഭീരമായി വന്നിട്ടുണ്ട്. ചില VFX പരിപാടിയൊക്കെ അത്ര നന്നായി തോന്നിയില്ല. പക്ഷേ ബാക്കി മറയൂരിനെ ഷൂട്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ലൊക്കാലിറ്റി പരിപാടിയൊക്കെ ഗംഭീരമാണ്. കാരണം നമുക്കത് സ്ക്രീനിൽ അങ്ങനെ അനുഭവിക്കാൻ പറ്റും. പ്രത്യേകിച്ച് അറിയാലോ മറയൂർ ഈ കരിമ്പും അതുപോലെ അതിന് ശർക്കരയുടെ പരിപാടി, ആ പരിപാടിയൊക്കെ ഗംഭീരമായി വന്നിട്ടുണ്ട്. അതുപോലെ ചന്ദനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഒരു സെറ്റപ്പ് പരിപാടിയൊക്കെ നൈസായി വന്നിട്ടുണ്ട്. അതുപോലെ ഫാസ്റ്റ് ആയിട്ടുള്ള കട്ട്സ് ആണ്. സിനിമ ഏതാണ്ട് 3 മണിക്കൂറുണ്ട്. സെക്കൻഡ് ഹാഫിൽ കുറേ ഫ്ലോസ് ഉണ്ട്. ചില സീനുകളൊക്കെ ആവശ്യമായിരുന്നു ഒക്കെ സെക്കൻഡ് ഹാഫിൽ ഇത് തോന്നി. പക്ഷെ എന്നാൽ പോലും ഈ 3 മണിക്കൂറുള്ള സിനിമയിൽ അങ്ങനെ ഒരു നമുക്ക് ലാഗ്, അങ്ങനെ ഒരു ബോറടി ഒന്നും പേഴ്സണലി ഫീൽ ചെയ്തില്ല. കാരണം ഇത്തരത്തിലുള്ള സിനിമ ഇഷ്ടമാണ് കണ്ടിരിക്കാൻ. ഒരു ലോക്കൽ സെറ്റപ്പിൽ ഒരു റൂറൽ ഏരിയയിൽ പറയുന്ന ഒരു സിനിമ കാണാൻ പേഴ്സണലി വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അത്ര ഒരു ബോറടി പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഹാഫ് പറഞ്ഞ പോലെ ഗംഭീരമായി വന്നിരുന്നു. പക്ഷേ ഫസ്റ്റ് ഹാഫിന്റെ ഒരു ടെമ്പോ അതേപോലെ സെക്കൻഡ് ഹാഫിലില്ല. പക്ഷെ എന്നാൽ പോലും സെക്കൻഡ് ഹാഫിലും കുറേ നല്ല എന്താ പറയുക മൊമെന്റുകളുണ്ട്. നന്നായി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മൊമെന്റുകളുണ്ട്. ക്ലൈമാക്സ് എന്താ ഒരു ഹൈയിലല്ല അവസാനിപ്പിച്ചത്. ക്ലൈമാക്സിൽ ഒരു ചെറിയൊരു ടേണും ടിസ്റ്റും ആ പരിപാടി അത്ര അങ്ങ് രസകരമായി തോന്നിയില്ല. കുറച്ചുകൂടെ നല്ല രീതിയിൽ ക്ലൈമാക്സ് കൊണ്ടുവരാമായിരുന്നു എന്ന് തോന്നി. എങ്കിലും പൃഥ്വിരാജിന്റെയും ഷമി തിലകന്റെയും പ്രേമവതയുടെ ഒക്കെ പെർഫോമൻസ് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റി. ആകത്തുകയിൽ തിയേറ്ററിൽ കണ്ടിരിക്കാവുന്ന നല്ല ഒരു സിനിമയാണ്. ജയൻ നമ്പ്യാർ തന്റെ ആദ്യത്തെ സംവിധാന സംരംഭം നല്ല രീതിയിൽ തന്നെ ചെയ്തു. കുറെ കൂടെ നന്നാക്കാൻ പറ്റിയ എലമെന്റ് ഉണ്ടായിരുന്നു സിനിമയിൽ. എങ്കിൽ പോലും ആകത്തുകയിൽ തിയേറ്ററിൽ നല്ല അനുഭവം എന്ന് തന്നെയാണ് വിലായത്ത് ബുദ്ധയെ കുറിച്ച് പറയാനുള്ളത്.